ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പം കത്തിയൊക്കെ പിടിച്ച് ഞാൻ ആരും കൊല്ലാൻ പോകില്ല കേട്ടോ. ഞാനൊരു വാഴൻ്റെ ഇല വെട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കയറിയപ്പോൾ എനിക്കൊരു പൊതിച്ചോറ് കഴിക്കാനൊരാഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ ഞാൻ വാഴൻ്റെ ഇല ഒക്കെ കുഞ്ഞു കുഞ്ഞു ഇലകളാണ് കേട്ടോ. അതിൽ കുറച്ച് വലുപ്പത്തിൽ കിട്ടിയത് ഇതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മയക്കിയെടുത്തു. അതിന് ശേഷം നമ്മളെ ചോറിട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കണത്, അത്ര തോനെയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അതിക്ക് കറി ഒഴിച്ചു കൊടുത്തു. ഇന്ന് കറിയായിട്ട് ഞാൻ തക്കാളി തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ. ഇന്നൊന്നും കൂട്ടാൻ വെക്കണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ കൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് മീനായിട്ട് നമുക്ക് കിളിമീനാണ് കിട്ടിയത്, അതൊന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നേ വെക്കണുള്ളൂ, എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ മീനും. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിരുന്നു, അതുകൂടി വെച്ചെടുക്കുന്നുണ്ട്. ഇത് പിന്നെ മുളക് ചുട്ട ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ കോഴി പൊരിച്ചിന്ന് ചില്ലി ഉണ്ടാക്കുന്ന അതിലത്തെ 2 കഷ്ണം ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു മുട്ട കൂടി ഓംലേറ്റ് അടിച്ചു കേട്ടോ. ശരിക്കും ഇതിക്ക് കുറച്ച് അച്ചാറും കൂടി വെക്കാമായിരുന്നു, പക്ഷെ അതിന് എനിക്ക് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഇത് പൊതിന കണ്ടിട്ട് ആരും പേടിക്കരുത് കേട്ടോ. എനിക്ക് ഇത് പൊതിഞ്ഞിട്ട് വലിയ ശീലമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയൊന്ന് സെറ്റാക്കിട്ടോ. ഇതിലേക്കായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് നമ്മൾ വീട്ടിലെന്താ ഉണ്ടാക്കി അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പൊതിച്ചോറ് സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞത് കൊണ്ട് കോലായ്മ പോയിട്ടായിരുന്നു കേട്ടോ. ഇവർ മക്കൾക്കൊന്നും ഇത് വലിയ താല്പര്യമില്ല എന്നാണ് ഞാൻ വിചാരിച്ച്. റിച്ചുട്ടത് കണ്ടിട്ട് എന്നെ വല്ലാതെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനിത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിരിക്കുകയാണ്. അല്ലാതെ അവന് ഉപ്പേരി അങ്ങനെയൊന്നും ഇഷ്ടമുണ്ടാകലില്ല. അങ്ങനെ ഉപ്പേരിയൊക്കെ കൊടുത്ത അമ്മച്ചി അതില്ലാതെ ചോറ് താട്ടെന്ന് പറയട്ടോ. അപ്പോൾ 2 ആളിൻ്റെ തലങ്ങും വിലങ്ങും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഉരുള ഓലിക്ക് 2 ആൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിച്ചുട്ടന് ഞാൻ അതെല്ലാതും പാടെ കൂട്ടിയിട്ട് ഒരു ഉരുള കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് വെച്ചി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എക്സ്പ്രഷൻ കണ്ടില്ലേ അവൻ്റെ. ഇനി അടുത്ത ആൾക്ക് ഞാൻ എരിയില്ലാത്ത ഭാഗത്തുനിന്ന് അവൾക്ക് ഞാൻ മുട്ട മാത്രമാണ് കൊടുത്തിട്ടോ. അവൾക്ക് ഭയങ്കര എരി എടുത്ത് കൂടി പോകാൻ പറ്റില്ല. അപ്പോൾ സൂപ്പർന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. ഇനി ഒരു ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പാടെ ഉണ്ടാക്കണം കേട്ടോ. ഇക്കല്ല ദിവസം നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ വീഡിയോ എന്തായാലും ഇട്ടോ. അപ്പോൾ അടിപൊളിയെന്ന് ഞാൻ വെറുതെ പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവെ വേറെല്ല ബിരിയാണി അങ്ങനെ എല്ലിൻ്റെക്കാട്ടിൽ ഇങ്ങനെ സാധാ ചോറും കൂട്ടാനാണ് വെച്ചെങ്കിൽ ഞാൻ കൂടുതൽ കഴിക്കും കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാണ്ടില്ലേ നമ്മളെ ഇല കാലിയായിട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.